2p 3s 3p 4s 3d. ഇവിടെ വരെ നിൽക്കുന്നു ഓർത്ത് വെച്ചിരിക്കുക. ബാക്കി ആ ഡയഗ്രാം വരച്ച് എഴുതാമെങ്കിൽ അത് അടിച്ചു കൊടുക്കാം. ഫ്ലൂറിൻ അറ്റോമിക് നമ്പർ 9 ആണ്. കോൺഫിഗറേഷൻ നോക്കാം. ഒന്നാമത്തെ സബ്ഷെല്ലിൽ 2 ഇലക്ട്രോൺ, അതായത് 1s2 2s2. ഇപ്പൊ മൊത്തം 4 ഇലക്ട്രോൺസ് പോയി അല്ലേ? മൊത്തം എത്രയാണ്? 9 ആണ് വരേണ്ടത്. 1s2 2s2 4 ഇലക്ട്രോൺസ് പോയി. ബാക്കി എത്ര ഇലക്ട്രോൺസ് വരുന്നു? 5 ഇലക്ട്രോൺസ് ബാക്കി ഫിൽ ചെയ്യാനുണ്ട്. പിയിൽ നമുക്ക് പരമാവധി എത്ര ഇലക്ട്രോൺസിനാണ് ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നത്? പിയിൽ എത്രയാ? 6 ഇലക്ട്രോൺസിനാണ് നമുക്ക് പിയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നത് അല്ലേ? അപ്പോ ഇവിടെ നമുക്ക് ബാക്കി എത്രയേ ഉള്ളൂ? 9 അല്ലേ? അപ്പൊ 5 ഇലക്ട്രോൺസിനെ നമ്മൾ എവിടെ കൊടുക്കുന്നു? പിയിൽ കൊടുക്കുന്നു. അപ്പൊ എന്തായി കോൺഫിഗറേഷൻ? 1s2 2s2 2p 5. ശരി, അടുത്ത എഴുതാം. സോഡിയം 11. സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കാം. 1s2 2s2 2p 2 2 4 6 10 അല്ലേ? 10 ഇലക്ട്രോൺസ് പോയി. പിയിൽ മാക്സിമം 6 ഇലക്ട്രോൺസിനെ ഉൾക്കൊള്ളിക്കുക. അങ്ങനെ 10 ഇലക്ട്രോൺസ് പോയി. 1s2 2s2 2p 6. അടുത്ത ഏതാണുള്ളത്? 3s, അതായത് 3s1. 11 ഇലക്ട്രോൺസിനെയും നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞു. 3s1. അടുത്ത അലൂമിനിയം നോക്കാം. 1s2 2s2 2p6 3s2. ഓക്കെ, 6 4 10 12. അടുത്ത ഏതാണ്? സി അല്ലേ? 3p1. ഒരു ഇലക്ട്രോൺസിനെ അവിടെ കൊടുത്തു. അടുത്തത് ആർഗൺ. ആർഗൺ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 18 ആണ്. ആർഗണിന്റെ അറ്റോമിക് നമ്പർ 18 ആണ്. 18 ആവുമ്പോ എങ്ങനെയാണ്? 1s2 2s2 2p6 3s2. ഇപ്പൊ എത്രയായി കഴിഞ്ഞു? 6 4 10 2 12 ഇലക്ട്രോൺസ് പോയി കഴിഞ്ഞു. ബാക്കി നമുക്ക് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 18-ല് 12 പോയി കഴിഞ്ഞാൽ 6 അല്ലേ? 6 ഇലക്ട്രോൺസ്. അപ്പൊ 3p6. ഇത്രയുമാണ് ആർഗണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നൈട്രജൻ എങ്ങനെ വായിക്കാം? 1s2 2s2 2p3. ഫ്ലൂറിൻ 1s2 2s2 2p5. സോഡിയം വരുമ്പോൾ സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. അതായത് 11 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. 1s2 2s2 2p6 3s1. അടുത്തത് 1s2 2s2 2p6 3s2 3p1. അടുത്ത ആർഗൺ 18 ആണ്. 1s2 2s2 2p6 3s2 3p6. ഇങ്ങനെയാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. അതാണ് നമ്മുടെ ഈ ഒരു ഇൻക്രീസിംഗ് എനർജി ലെവൽ ഓർഡർ ഓർത്ത് വെച്ചിരിക്കുക. അതനുസരിച്ച് നമുക്ക് ഓരോന്നിന്റെയും എന്ത് എഴുതാം? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാവുന്നതാണ്. ഇനി അവിടെ പേജ് നമ്പർ 15, പേജ് നമ്പർ 15-ല് ടേബിൾ 1.7, പേജ് നമ്പർ 15-ല് ടേബിൾ 1.7 അവിടെ ഫിൽ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കാഡ്മിയം, കാൽസ്യം, മഗ്നീഷ്യം, കൊബാൾട്ട്, സിങ്ക്. ഇവിടെ നമ്മൾ സാധാരണഗതിയിലല്ല നമ്മൾ അവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സബ്ഷെൽ കോൺഫിഗറേഷൻ എഴുതി വെച്ചിരിക്കുന്നത്. ഇത്രയും അങ്ങ് വലിച്ചു നീട്ടാതെ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് എഴുതാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് സോഡിയത്തിന്റെ കോൺഫിഗറേഷൻ എഴുതണം. സോഡിയത്തിന്റെ കോൺഫിഗറേഷൻ എഴുതണം എന്നുണ്ടെങ്കിൽ, സോഡിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ സോഡിയത്തിന് തൊട്ട് മുൻപുള്ള നോബിൾ ഗ്യാസ് ഏതാണെന്ന് നോക്കുക. സോഡിയത്തിന് തൊട്ട് മുൻപുള്ള നോബിൾ ഗ്യാസ് ഏതാണ്? സോഡിയം
1 കണ്ടോ നിയോൺ 3s1 എന്ന് പറയുന്ന കോൺഫിഗറേഷൻ എഴുതാൻ പറ്റും അതാണ് ആ ടേബിൾ 1.7 കിടക്കുന്നത് കണ്ടോ ടേബിൾ 1.7 പേജ് നമ്പർ 15 കിടക്കുന്നത് അതാണ് സ്കാൻഡിയം സ്കാൻഡിയം ഒന്നാണ് സ്കാൻഡിയം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമുക്ക് സ്കാൻഡിയം എങ്ങനെ എഴുതാൻ പറ്റും 1s2 2s2 2p6 16 ഇലക്ട്രോൺസ് 10 ഇലക്ട്രോൺസ് പോയി 3s2 3p6 10 8 18 ഇലക്ട്രോൺസ് ആയിട്ടുണ്ട് 18 ഇലക്ട്രോൺസ് പോയി ബാക്കി എത്രയാണ് 3 ഇലക്ട്രോൺസ് ആണല്ലേ 3p കഴിഞ്ഞ് അടുത്ത വരുന്ന ലെവലിലേക്കാണ് 3d അല്ല 4s ആണ് വരുന്നത് അപ്പോൾ 4s2 അടുത്ത വരുന്നതാണ് 3d അല്ലേ 4s2 കഴിഞ്ഞാണ് 3d വരുന്നത് മൊത്തം എത്ര ഇലക്ട്രോൺസ് ആയി 10 10 8 18 2 20 ഇനി എത്ര കൂടി വരണം ഒരെണ്ണം കൂടി വരണം അല്ലേ അതായത് 3d1 എങ്ങനെ വന്നു 3d1 എന്ന് വന്നു അല്ലേ അപ്പൊ എഴുതി വരുമ്പോൾ എങ്ങനെ എഴുതാം സ്കാൻഡിയം ഇത്ര വലിച്ചു നീട്ടാതെ നമുക്ക് നോബൽ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ വെച്ച് എഴുതാം തൊട്ട് മുന്നിലുള്ള നോബൽ ഗ്യാസ് ഏതാണ് സ്കാൻഡിയത്തിന് തൊട്ട് മുന്നിലുള്ള നോബൽ ഗ്യാസ് ആർഗൺ അറ്റോമിക് നമ്പർ 18 ആണ് ഒന്ന് എഴുതി നോക്കിയേ 1s2 2s2 2p6 3s2 3p6 അല്ലേ 18 ആയില്ലേ ഇത്രയും എന്ന് പറയുന്നത് ആരുടെ കോൺഫിഗറേഷൻ ആണ് ശരിക്കും ആർഗണിന്റെ കോൺഫിഗറേഷൻ ആണ് ഈ 3p6 വരെ അപ്പൊ ബാക്കി എന്തത് 4s2 3d1 അപ്പൊ സ്കാൻഡിയം എഴുതാൻ പറഞ്ഞാൽ എളുപ്പ വഴിയിൽ നോബൽ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ വെച്ച് എങ്ങനെ എഴുതാം ആർഗണിന്റെ കോൺഫിഗറേഷന് ശേഷം ബാക്കി വരുന്നത് 4s2 3d1 4s2 3d1 എങ്ങനെ വന്നത് കണ്ടല്ലോ ആർഗണിന്റെ കോൺഫിഗറേഷന് ശേഷം ബാക്കി എന്ത് വരുന്നു അതാണ് നമ്മൾ ഡൈ ആർഗണിന്റെ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക അതിനുശേഷം ബാക്കി വരുന്നത് എഴുതുന്നു അതുപോലെ ആ ടേബിൾ 1.7 ബാക്കിയുള്ളത് കാൽസ്യം ആണ് നമുക്ക് നോക്കാം കാൽസ്യം 20 അല്ലേ തൊട്ട് മുന്നേയുള്ള നോബൽ ഗ്യാസ് ആരാണ് ആർഗൺ ആണ് ആർഗണിന്റെ കോൺഫിഗറേഷൻ ഇത്രയും ഇവിടെ കിടക്കുന്നുണ്ട് ഇപ്പൊ 18 ആയിട്ടുണ്ട് അല്ലേ അപ്പൊ ആർഗൺ എഴുതി ബാക്കി എഴുതുന്നവിടെ വരും 18 ഇനി 2 ഇലക്ട്രോൺസിനാണ് ഉൾക്കൊള്ളിക്കാനുള്ളത് ആർഗണിന്റെ ലാസ്റ്റ് ഷെൽ എന്ന് പറഞ്ഞതാണ് 3p ആണ് 3p കഴിഞ്ഞാൽ അടുത്ത വരുന്നതാണ് 4s അപ്പോ Ar4s2 ഇതാണ് കാൽസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇത്രയുമാണ് നോബൽ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ വെച്ച് എഴുതുന്നത് നോബൽ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ അതായത് നമുക്ക് തന്നിരിക്കുന്നത് ഏതാണോ ഇപ്പോ കാൽസ്യം ആണെങ്കിൽ അത് തൊട്ട് മുന്നെയാണ് നോബൽ ഗ്യാസ് നോക്കുക സോഡിയം ആണെങ്കിൽ അത് തൊട്ട് മുന്നെയാണ് നോബൽ ഗ്യാസ് നോക്കുക തന്നിരിക്കുന്ന ഏതാണോ അതിന് മുൻപ് വരുന്ന നോബൽ ഗ്യാസ് ഏതാണോ അതിന്റെ കോൺഫിഗറേഷൻ വെച്ച് ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റും നമ്മൾ സോഡിയം നിയോൺ ഡയോക്സൈഡ് പോലെ ഇതുപോലെ എളുപ്പത്തിൽ എഴുതാൻ പറ്റും അതാണ് ആ ടേബിൾ 1.7 കിടക്കുന്നത് കേട്ടോ പേജ് നമ്പർ 15 ടേബിൾ 1.7 എഴുതി നോക്കുക പേജ് നമ്പർ 15 ടേബിൾ 1.7 ഇനി നമുക്കൊരു എക്സെപ്ഷണൽ കേസ് നോക്കാം അതായത് കോപ്പറിന്റെയും ക്രോമിയത്തിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തെങ്കിലും നോക്കാം കോപ്പറും ക്രോമിയവും ക്രോമിയം 24 ആണ് ക്രോമിയത്തിൻ്റെത് 24 ആണ് സാധാരണ ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും 1s2 2s2 2p6 3s2 3p6 18 4s2 20 അടുത്തത് വരുന്നതാണ് 4s2 കഴിഞ്ഞ് 3d അല്ലേ 4s20 3d4 ഇങ്ങനെയുള്ള കോൺഫിഗറേഷൻ ആണ് ശരിക്കും നമുക്ക് ഈ 4s2 3d4 എന്നുള്ളത് ഇങ്ങനെ തന്നെ എഴുതണമെന്നില്ല ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്ന കറക്റ്റായിട്ട് ഫില്ല് ചെയ്താൽ മതി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ഒരുമിച്ച്
4s1. ശരിക്കും 4s കഴിഞ്ഞിട്ടാണ് 3d വരുന്നത് അല്ലേ? അപ്പൊ 4sൽ മാക്സിമം 2 ഇലക്ട്രോൺസിനെ കൊടുക്കാമായിരുന്നു. എന്നിട്ടും ആ ഒരു ഇലക്ട്രോൺസിനെ മാത്രം 2 ഇലക്ട്രോൺസിനെ കൊടുത്തില്ല. ആ ഒരു ഇലക്ട്രോൺസിനെ നമ്മൾ 3dയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇതാണ് ശരിക്കും സംഭവിച്ചത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ക്രോമിയവും കോപ്പറും അല്ലായിരുന്നോ? അതെ, ക്രോമിയവും കോപ്പറും. കോപ്പർ നോക്കാം. പരമാവധി 10 ഇലക്ട്രോൺസിനെ ഉൾക്കൊള്ളിക്കാം. പക്ഷെ നമ്മളിവിടെ 9 ഇലക്ട്രോൺസേ ഉള്ളൂ. അതുകൊണ്ട് 9 ഇലക്ട്രോൺസിനെ കൊടുക്കുന്നു. ശരിക്കും ഇവിടെയും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് എഴുതി വരേണ്ടുന്ന രീതി ഇതാണ്. 1s2 2s2 2p6 ഈ 3dകളെല്ലാം നമ്മൾ 3യുടെ ഷെല്ലുകളെല്ലാം ഒരുമിച്ച് കൊണ്ടുവരുവാണ്. 3s2 3p6 3d9 4s2. ഇങ്ങനെയാണ് ശരിക്കും കോൺഫിഗറേഷൻ വരേണ്ടത്. എന്നാൽ ഇവിടെയും കോൺഫിഗറേഷനിൽ ചെറിയൊരു മാറ്റം വരുന്നു. എന്താന്ന് വെച്ചാല് 3d10 4s1 ഈ ഒരു കോൺഫിഗറേഷൻ ആണ് കോപ്പറിന്റെ കേസിൽ വരുന്നത്. അതുപോലെ ക്രോമിയത്തിന്റെ കേസിൽ നമ്മൾ 3d4 4s2 എന്ന് പറഞ്ഞ മാറ്റിയിട്ട് 3d5 4s1 എന്ന് പറഞ്ഞ കോൺഫിഗറേഷനിൽ എത്തി. എന്തുകൊണ്ട് ഇങ്ങനെ എത്തി, അല്ലെങ്കിൽ എന്തിനാണ് ഈ ഒരു കോൺഫിഗറേഷൻ പറയുന്നത്? അതിന്റെ റീസൺ ഇതിന്റെ ടെക്സ്റ്റില് പേജ് നമ്പർ 15 കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 15 കൊടുത്തിട്ടുണ്ട്. നോക്കിയേ. The D subshell can accommodate a maximum of 10 electrons. Dക്കകത്ത് പരമാവധി എത്ര ഇലക്ട്രോൺസിനെ ഉൾക്കൊള്ളിക്കാം? 10 ഇലക്ട്രോൺസ് വരെ D ഷെല്ലിൽ ഉൾക്കൊള്ളിക്കാം. D സബ്ഷെല്ലിൽ പരമാവധി 10 ഇലക്ട്രോൺസിനെ വരെ ഉൾക്കൊള്ളിക്കാം. The completely filled configuration D10 or the half filled configuration D5. Dയിൽ പരമാവധി 10 ഇലക്ട്രോൺസിനെ ഉൾക്കൊള്ളിക്കാം എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഫിൽ ആയിരിക്കുന്ന അവസ്ഥ ഏതാണ്? D10 ആണ് അല്ലെ? കംപ്ലീറ്റ് ഫിൽ ആയിരിക്കുന്ന അവസ്ഥ D10. അല്ലെങ്കിൽ ഹാഫ് ഫിൽഡ് എന്ന് പറയുന്ന അവസ്ഥ ഏതാണ്? 10ന്റെ പകുതി 5 D5 എന്ന് പറയുന്ന സ്റ്റേറ്റ് ആണ് അല്ലെ? D10 അല്ലെങ്കിൽ D5 ആണ് കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ലെങ്കിൽ ഹാഫ് ഫിൽഡ് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് more stable than the others. D5 D10 എന്ന് പറയുന്ന ഒരു കോൺഫിഗറേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ എന്തായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും. നമ്മൾ സാധാരണ രീതിയിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇടുമ്പോൾ എന്താന്ന് പറയുന്ന കോൺഫിഗറേഷൻ സ്റ്റേബിൾ ആണെന്ന് നമ്മൾ പറയാറില്ലേ? അതുപോലെ തന്നെയാണ് കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ലെങ്കിൽ ഹാഫ് ഫിൽഡ് D ഷെല്ലും F ഷെല്ലും ആണെങ്കിൽ F അതേ കാണും. Fനകത്ത് പരമാവധി എത്ര ഇലക്ട്രോൺസ് ഉൾക്കൊള്ളിക്കാൻ കഴിയും? 14 ആണ്. അപ്പോ F കംപ്ലീറ്റ്ലി ഫിൽഡ് എന്ന് പറയുന്നത് F14 ആയിരിക്കും. ഹാഫ് ഫിൽഡ് എന്ന് പറയുന്നത് F7 ആയിരിക്കും. ഈ സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് എന്താണ്? കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. ആ ഒരു അവസ്ഥയാണ് ഇവിടെ കണ്ടത്. കണ്ടോ? ശരിക്കും എഴുതി വരുമ്പോൾ 3d9 4s2 4s നടന്നതിന് ശേഷം മാത്രമേ, അതായത് 4s നടന്നതിന് ശേഷം മാത്രമേ 3d നിറയാറുള്ളൂ. എങ്കിലും ഇവിടെ സംഭവിച്ചത് എന്താണ്? ഈ 3d എന്ന് പറയുന്നത് ഫുൾ ഫിൽഡ് ആയിരിക്കുകയാണെങ്കിൽ, കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ 3dയിലേക്ക് ട്രാൻസ്ഫർ ആയത്. അപ്പോ 3d കംപ്ലീറ്റ് ആയില്ലേ? 3d10 എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ആയില്ലേ? അപ്പോൾ അത് കൂടുതൽ എന്തായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ക്രോമിയത്തിന്റെ കേസിൽ ഓക്കെ 3d4 4s2 ആണ് ശരിക്കും വരേണ്ട കോൺഫിഗറേഷൻ. പക്ഷേ 3d4 എന്ന് പറയുന്നത് 4 എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആണോ? അല്ല. എന്നാൽ 5 ആയി കഴിഞ്ഞാലോ അത് ഹാഫ് ഫീൽഡ് ആയി കഴിഞ്ഞു, ഹാഫ് ഫീൽഡ് സബ്ഷെൽ ആയി കഴിഞ്ഞു. അപ്പോൾ കൂടുതൽ എന്ത് കിട്ടുന്നുണ്ട്? സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെ എഴുതാം? 3d5 4s1 എന്ന് എഴുതാം. തിരിഞ്ഞു പോകരുത്. ഈ കോൺഫിഗറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോപ്പറിന്റെയും ക്രോമിയത്തിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മറന്നു പോകരുത്. ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. പേജ് നമ്പർ 15. The D subshell can accommodate a maximum of 10 electrons. The completely filled configuration D10
or the half-filled configuration D5 of this subshell is more stable than the others. Based on this, atoms with a D4S2, D9S2 configurations will have some changes in filling the electrons to attain stability. Likewise, the F subshell, F7 and F14 arrangements are stable. അപ്പോൾ D-ക്കകത്ത് D4 വരികയാണെങ്കിൽ D4 S2 എന്ന് പറഞ്ഞ കോൺഫിഗറേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ചിന്തിച്ചു കൊള്ളുക, ഒന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് എന്താകുന്നു, സ്റ്റേബിൾ ആകുന്നു. അപ്പോഴേ കോൺഫിഗറേഷൻ എങ്ങനെ വരുന്നു, D5S2 എന്ന് വരുന്നു. അതുപോലെ തന്നെയാണ് D9S2 എന്ന് വന്നാലും, സോറി S2 അല്ല S1, D9S2 എന്ന് വന്നാലും ഒരു ഇലക്ട്രോൺസിനെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, D10S1 എന്ന് പറഞ്ഞ കോൺഫിഗറേഷൻ വരുന്നു. ഇനി അവിടെ ആ കോപ്പറിന്റെയും ക്രോമത്തിന്റെയും ഒക്കെ കറക്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ എഴുതി നോക്കിയിട്ട് അതായത് ഇതുപോലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോപ്പറിന്റെയും ക്രോമിയത്തിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, പേജ് നമ്പർ 16 ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. If the subshell-wise electronic configuration of an atom is 1s2, 2s2, 2p6, 3s2, subshell electronic configuration തന്നിട്ടുണ്ട്. Subshell electronic configuration 1s2, 2s2, 2p6, 3s2. ഇതാണ് subshell electronic configuration തന്നിരിക്കുന്നത്. എന്നിട്ട് ആ ക്വസ്റ്റ്യൻസ് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹൗ മെനി ഷെൽസ് ആർ പ്രസന്റ് ഇൻ ദിസ് ആറ്റം? ഈ ആറ്റത്തിൽ എത്ര ഷെല്ലുകൾ ഉണ്ടായിരിക്കും നോക്കാം. 1s അല്ലേ, അതായത് കെയിലുള്ള ഷെല്ലായി. 2s 2p എന്ന് പറഞ്ഞത് എന്തിലാണ്, വെള്ളിയിലുള്ളതാണ്. അതുപോലെ 3s എന്ന് പറഞ്ഞാൽ വെള്ളിയിലുള്ളതാണ്. അപ്പോൾ മൊത്തം എത്ര ഷെല്ലുകൾ ഉണ്ടായിരിക്കും, 3 ഷെല്ലുകൾ ഉണ്ടായിരിക്കും. Which are the subshells of each shell? ഓരോന്നിലെയും സബ്ഷെല്ലുകൾ ഏതൊക്കെയാണ്? s, അതായത് കെയ്ക്കകത്തുള്ളത് 1s, 2s, 2p, എമ്മിനകത്തുള്ളത് 3s. Which is the subshell to which the last electrons pass ആണ്? ലാസ്റ്റ് ഇലക്ട്രോൺ പോകുന്നത് എന്തിലേക്കാണ്? s ഇലക്ട്രോൺസ്, അതായത് 3sലേക്കാണ് ലാസ്റ്റ് ഇലക്ട്രോൺസ് പോകുന്നത്. What is the total number of electrons in this atom? Total number of electrons എത്രയാണ്? ഈ കാണിച്ചിരിക്കുന്നതാണ് ഇലക്ട്രോൺസ് അല്ലേ. അപ്പോൾ 2, 2, 4, 6, 10, 10, 2, 12. 12 ആണ് total number of electrons. What is its atomic number? ഇലക്ട്രോൺസ് 12 ആണെന്നുണ്ടെങ്കിൽ അറ്റോമിക് നമ്പർ എത്രയായിരിക്കും? 12 തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഷോർട്ട് ഫോമിൽ എഴുതാം? ഹൗ ക്യാൻ ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബി റിട്ടൺ ഇൻ ഷോർട്ട് ഫോം? എങ്ങനെ എഴുതാൻ പറ്റും? അറ്റോമിക് നമ്പർ 12 അല്ലേ, 12 ആകുമ്പോൾ തൊട്ട് മുന്നേ ഉള്ള നോക്കുക, തൊട്ട് മുന്നേ ഉള്ള നോബൽ ഗ്യാസ് ഏതാണ്? നിയോൺ 10 ആണ് അല്ലേ. അപ്പൊ എങ്ങനെ എഴുതാം? Ne3s2 എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞ നിയോണിന്റെ കോൺഫിഗറേഷൻ ആണ്, 10 എന്ന് പറഞ്ഞ നിയോണിന്റെ കോൺഫിഗറേഷൻ ആണ്. ബാക്കി 3s2. ഇത്രയുമാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വളരെ ഒരുപാട് തവണ എഴുതി പഠിച്ചെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ. അതായത് ആ ഒരു ഓർഡർ, ഈ ഒരു ഓർഡർ മനസ്സിലാക്കി വെച്ചേക്കുക, എങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഇലക്ട്രോൺസുകളെ എഴുതാൻ, അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞാൽ കഴിയത്തുള്ളൂ. ഇനി നമുക്ക് പീരിയോഡിക് ടേബിളിലെ ബ്ലോക്കുകളിലേക്ക് പോവാം. Different blocks in the periodic table. Periodic table അറിയാം. ആ periodic table just ഒരു outline നോക്കാം. അല്ലേ, ഇങ്ങനെയാണ് ഒരു just ഒരു outline എന്ന് പറഞ്ഞാൽ നമ്മുടെ periodic tableന്റെ. ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടായിരിക്കും, അവിടെ ഹീലിയം, പിന്നെ അതുപോലെ തന്നെ അടിഭാഗത്തായിട്ട് അറിയാം ലാൻഡ്രൈറ്റ്സും ആസ്ട്രോയിഡ്സും അറിയാം അല്ലേ. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രൂപ്പുകളുടെ പേരൊക്കെ പറഞ്ഞു. ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ പേര് ആൽക്കലി മെറ്റൽസ്, രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ പേര് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, 3 മുതൽ 12 വരെ അറിയപ്പെടുന്നത് ട്രാൻസിഷൻ എലമെന്റ്സ്, 13 മുതൽ 18 വരെ അതായത് ഗ്രൂപ്പിന്റെ പേര്. അതായത് ബോറോൺ ഫാമിലി, കാർബൺ ഫാമിലി, നൈട്രജൻ ഫാമിലി, ഓക്സിജൻ ഫാമിലി, ഹാലജൻസ്, അതുപോലെ നോബൽ ഗ്യാസസ്.
ഹാലജൻസ്, നോബിൾ ഗ്യാസസ്. അതുപോലെ അടിഭാഗത്തായിട്ട് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ എന്താണ് ലാന്തനൈഡ്സ്, ആക്ടിനൈഡ്സ് അറിയാവുന്ന കാര്യങ്ങളാണ് രണ്ടാമതിന് ശേഷം വരുന്നതും. അതുപോലെ തന്നെ അറ്റോമിക് നമ്പർ 82 ആക്ടിവിറ്റിന് ശേഷം 7ാമത്തെ പീരീഡിൽ വരെ എഴുതിയിരിക്കുന്ന എലമെന്റുകളാണ് ആ താഴെയായിട്ട് കൊടുത്തിരിക്കുന്നത്. അവരെ വിളിക്കുന്ന പേരാണ് ആക്ടിനോയിഡ്സ്. ആ കാര്യങ്ങളെല്ലാം അറിയാം. ഇനി ഇത് കൂടാതെ പീരിയോഡിക് ടേബിളിലെ ഡിഫറെന്റ് ബ്ലോക്സ് നോക്കാം. ഫസ്റ്റ് 2 ഗ്രൂപ്പുകൾ 1ഉം 2ഉം ഗ്രൂപ്പുകൾ ഉൾപ്പെടുന്ന ബ്ലോക്കാണ് എസ് ബ്ലോക്ക്. അതായത് 1ഉം 2ഉം ഗ്രൂപ്പുകൾ ഉൾപ്പെടുന്ന ബ്ലോക്കാണ് എസ് ബ്ലോക്ക്. നിങ്ങളുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 16 ഫിഗർ 1.3 കിടപ്പുണ്ട്. എസ് ബ്ലോക്ക് 3 മുതൽ 12 വരെ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്നാണ് പറയുന്നത്. 3 മുതൽ 12 വരെയുള്ള എല്ലാ എലമെന്റുകളെയും നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നു. അതുപോലെ 13 മുതൽ 18 വരെയുള്ള ബ്ലോക്ക് പി ബ്ലോക്ക് ആണ്. പി ബ്ലോക്ക് എലമെന്റ്സ് ആണ് 13 മുതൽ 18 വരെയുള്ളത്. അതുപോലെ ഈ കിടക്കുന്ന ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സിന് അതായത് ലാന്തനൈഡ്സ്, ആക്ടിനൈഡ്സ് പോലുള്ള ആ ബ്ലോക്കിനെ വിളിക്കുന്ന പേരാണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. എസ് ബ്ലോക്ക്, ഡി ബ്ലോക്ക്, പി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. എസ് എന്ന് പറയുന്നത് ഫസ്റ്റ് 2 ഗ്രൂപ്പ്, ഡി എന്ന് പറയുന്നത് 3 മുതൽ 12 വരെയുള്ളത്, അതുപോലെ പി എന്ന് പറയുന്നത് 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളാണ് പി ബ്ലോക്ക് എലമെന്റ്സ്. ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സിനെ വിളിക്കുന്ന പേര് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. അപ്പൊ എസ് ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. എങ്ങനെയാണ് ഈ ബ്ലോക്കുകളായിട്ട് വരുന്നതെന്ന് വെച്ചാൽ അവസാന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി വരുമ്പോൾ അവസാന ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലേക്ക് പ്രവേശിക്കുന്നുവോ ആ സബ്ഷെല്ലായിരിക്കും അതിന്റെ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ എസിലേക്കാണ് അവസാന ഇലക്ട്രോൺസ് പോകുന്നതെങ്കിൽ അത് ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു? എസിനകത്ത് ഉൾപ്പെടുന്നു. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ലിഥിയം അറ്റോമിക് നമ്പർ 3 അല്ലേ? നോക്കാം. എഴുതി വരുമ്പോ 1s2 2s1. നോക്കിയേ, ലാസ്റ്റ് ഇലക്ട്രോൺ എങ്ങോട്ടേക്കാണ് പോയത്? എസ് സബ്ഷെല്ലിലേക്കാണ് പോയത് അല്ലേ? അതായത് അത് ഏത് ബ്ലോക്കിനകത്തുള്ളതാണ്? എസ് ബ്ലോക്കിനകത്തുള്ളതാണ്. ലാസ്റ്റ് ഇലക്ട്രോൺ സെന്റർ ചെയ്യുന്നത് ഏതാണോ അതായിരിക്കും അതിന്റെ ബ്ലോക്ക് എന്ന് പറയുന്നത്. അതുപോലെ ഒരു കാർബൺ നോക്കാം. 1s2 2s2 2p2. ലാസ്റ്റ് ഇലക്ട്രോൺ പോയ എങ്ങോട്ടേക്കാണ്? പിക്കകത്തേക്കല്ലേ? അപ്പൊ ഏത് ബ്ലോക്ക് ആയിരിക്കും? പി ബ്ലോക്ക് ആയിരിക്കും. അപ്പൊ എസ്, പി, ഡി, എഫ് ഈ ബ്ലോക്കുകളാണ് ഇതിനകത്തുള്ളത്. നിങ്ങളുടെ ടെക്സ്റ്റില് പേജ് നമ്പർ നേരത്തെ ഞാൻ പറഞ്ഞു, പേജ് നമ്പർ 16 ഫിഗർ 1.3 വളരെ വ്യക്തമായിട്ട് കളർഫുൾ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓരോ ബ്ലോക്കുകളും കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്ത് ആ ടേബിൾ 1.8 നോക്കുക. ടേബിൾ 1.8 അറ്റോമിക് നമ്പർ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഏതിനകത്തേക്കാണ് ഇലക്ട്രോൺ ലാസ്റ്റ് പോകുന്നത്, ബ്ലോക്ക് നോക്കാം. ലിഥിയം നമ്മൾ പറഞ്ഞു അറ്റോമിക് നമ്പർ 3 ആണ്. കോൺഫിഗറേഷൻ എഴുതി വരുമ്പോൾ 2s എന്ന് പറയുന്ന കോൺഫിഗറേഷൻ വരുന്നു. അതായത് ഏതിലേക്ക് പോകുന്നു? ലിഥിയം എസ് സബ്ഷെല്ലിലേക്ക് പോകുന്നു അല്ലെ? ലിഥിയം എസ് സബ്ഷെല്ലിലേക്ക് പോകുന്നു. അതുപോലെ മഗ്നീഷ്യം, നൈട്രജൻ, സ്കാൻഡിയം ഇതെല്ലാം ഏത് ബ്ലോക്കിലേക്കാണ്? ലാസ്റ്റ് സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതി വരുമ്പോൾ ലാസ്റ്റ് ഏത് ബ്ലോക്കിലേക്കാണോ പോകുന്നത്, ഏത് സബ്ഷെല്ലിലേക്കാണോ പോകുന്നത് നോക്കുക. അതായിരിക്കും അതിന്റെ ബ്ലോക്ക് നമ്പർ എന്ന് പറയുന്നത്. ഈ ടേബിൾ 1.8 നോട്ട്ബുക്കിലൊന്ന് വരച്ച് എഴുതി നോക്കുക. ചെയ്യാൻ കഴിയുന്നുണ്ടോ നോക്കുക. സബ്ഷെൽ കോൺഫിഗറേഷൻ എഴുതാൻ അറിയാം എന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും എഴുതാവുന്ന കാര്യമാണ്. ഇനി അവിടെ ഒരു ബോക്സ് ഉണ്ട്. അതിന് തൊട്ട് താഴെ ഒരു ബോക്സ് കിടപ്പുണ്ട്. The block to which the element belongs will be the same as the subshell to which the last electron is added. Last electron പോകുന്നത് ഏതാണോ അതായിരിക്കും അതിന്റെ ബ്ലോക്ക് എന്ന് പറയുന്നത്. If the periodic table elements in group 1 and 2 belongs to S block. 1ഉം 2ഉം ഗ്രൂപ്പുകളാണെങ്കിൽ അത് S ബ്ലോക്കിലും, those in groups 13 to 18 belongs to the P block. 13 മുതൽ 12 വരെയാണെങ്കിൽ P ബ്ലോക്കും, and those in group 3 to 12 belongs to D block. The elements in the F block are placed at the bottom of the periodic table in two separate rows. അതാണ് നമ്മൾ ലാന്തനൈഡ്സും ആക്ടിനോയിഡ്സും എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങളാണ്. അതിൽ ഇന്ന് നമ്മൾ പറഞ്ഞതിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതുപോലെ തന്നെ നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ ചെയ്യുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ക്രോമിയം, കോപ്പറും പലതവണ എക്സാമിൽ ചോദിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് തവണ എഴുതി പഠിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ